ഓൾമോസ്റ്റ് 25+ വീഡിയോസാണ് അയാൾ എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് യാതൊരു നീതിയും ഉറപ്പായിട്ടും ലഭിച്ചിരുന്നില്ല. മലയാള ഭാഷയിൽ അയാളുടെ പരാമർശങ്ങൾക്കുമൊക്കെ ഏത് തരം വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് എൻ്റെ പരിമിതമായ വൊക്കാബുലറിയിൽ അങ്ങനെയുള്ള വാക്കുകളില്ല. അത്രയും അധിക്ഷേപങ്ങളുടെ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ അമ്മയും സഹോദരിയും ഒക്കെ എന്നെയും ഉൾപ്പെടെയുള്ള പലരെയും ഒരുപാട് തേജോവധം ചെയ്തിട്ടുണ്ട്. അയാളുടെ എല്ലാ വീഡിയോസിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നുള്ളതിലാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ ഒരു വാക്ക് പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടി അയാൾക്കെതിരെ കേസ് കൊടുത്തേക്കാൻ എന്നല്ല പോയത്. അങ്ങനെ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നിയമപ്രശ്നമായിട്ടാണ് മാറുന്നത്. നിയമപ്രശ്നത്തെ നിയമപരമായി തന്നെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അക്ഷരമാലയിൽ അക്ഷരങ്ങൾ ബാക്കിയില്ലാത്ത വിധം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് കേസിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നു വരികയാണ്. അപ്പീൽ കൊടുത്തിരുന്നു. അപ്പീൽ ഹിയറിംഗ് കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള നടപടികളുണ്ട്. അങ്ങനെയായിരിക്കും. അപ്പോൾ അത്തരക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരു അതിശയവും ഞാൻ കാണുന്നു. നമസ്കാരം. യൂട്യൂബർ രാജൻ ജോസഫിനെതിരെ പരാതി നൽകിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യൂട്യൂബറായ രാജൻ ജോസഫ് ഇപ്പോൾ റിമാൻഡിലാണ്. എന്താണ് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയോട് തന്നെ ചോദിക്കാം. ഈ രാജൻ ജോസഫിനെതിരെ വീണ്ടും പരാതി നൽകിയിരുന്നു. രാജൻ അയാളിപ്പോൾ റിമാൻഡിലാണ്. രണ്ടാമത് പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടായി. അയാൾക്കെതിരെ ഞാൻ ഒരുപാട് പരാതികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ മുതൽ ഓൾമോസ്റ്റ് 25+ വീഡിയോസാണ് അയാൾ എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് യാതൊരു നീതിയും ഉറപ്പായിട്ടും ലഭിച്ചിരുന്നില്ല. പിന്നീട് എന്നിരുന്നാൽ പോലും അവർക്ക് ഒരു FIR ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതും അയാൾക്ക് അനായാസം പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു. അതിനെ തുടർന്ന് അയാളെ പക്ഷേ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. അതിനുശേഷം ഒരു FIR ഇട്ടു. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു FIR ഇട്ട് അറസ്റ്റ് ചെയ്യേണ്ട റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ 3 FIRകൾ അയാൾക്കെതിരെയുണ്ട്. അയാൾ ഫസ്റ്റ് വൺ മുൻകൂർ ജാമ്യം പോയിരുന്നു. നിലവിൽ റിമാൻഡിലാണ്. മോശമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മലയാള ഭാഷയിൽ അയാളുടെ പരാമർശങ്ങൾക്കുമൊക്കെ ഏത് തരം വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് എൻ്റെ പരിമിതമായ വൊക്കാബുലറിയിൽ അങ്ങനെയുള്ള വാക്കുകളില്ല. അത്രയും അധിക്ഷേപങ്ങളുടെ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ശക്തമായ നാടുകളാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ അയാളെ കൈയേറ്റം ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ അമ്മയും സഹോദരിയും ഒക്കെ എന്നെയും ഉൾപ്പെടെയുള്ള പലരെയും ഒരുപാട് തേജോവധം ചെയ്തിട്ടുണ്ട്. അയാൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നോക്കാം. ഒരു വീഡിയോ അല്ല, അയാളുടെ എല്ലാ വീഡിയോസിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നുള്ളതിലാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളെ അധിക്ഷേപിക്കുന്ന വീഡിയോസും ഉണ്ട്. ഇതിൻ്റെ തംബ്നെയിൽ വരെ അയാൾ ഈ ഓരോ വ്യക്തികളെ, ഞാനെന്ന് പറയുന്ന ആളെ അപ്പാർട്ട് ഫ്രം മീ, എന്നെ അങ്ങ് മാറ്റി നിർത്താം, നമ്മളെക്കുറിച്ച് മാത്രം എനിക്ക് ഇനിയൊന്നും പറയാനില്ല. ആരെക്കുറിച്ച് അയാൾ ചെയ്തിട്ടുള്ള വീഡിയോയിലും സമാനമായിട്ടുള്ള രീതിയിലാണ് അയാൾ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. അയാളുടെ വീഡിയോസിൻ്റെ തംബ്നെയിൽ അപ്രകാരമായിരുന്നു. അയാളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയാൾ എഴുതി ചേർത്തിരിക്കുന്ന അശ്ലീലങ്ങൾ എല്ലാ സീമകളും ലംഘിക്കുന്നതായിരുന്നു. അയാൾ മലയാള ഭാഷയിലെ അശ്ലീല പദങ്ങളെല്ലാം തന്നെ ഒരു സ്ത്രീയെ, ഒരു വ്യക്തിയെ എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീക്ക് നീതി കിട്ടുക എന്നതിനപ്പുറത്തേക്ക് സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്കും, ഞാനത് എല്ലാ കാലത്തും പറയുന്നത് ഇക്വാളിറ്റി എല്ലാവർക്കും എല്ലാ തരത്തിലും വേണം. എന്നെ ഒരാൾ അസഭ്യം വിളിച്ചാൽ എനിക്കുണ്ടാവുന്ന അതേ മാനഹാനി തന്നെയാണ് ഒരു പുരുഷനായതുകൊണ്ട് അയാളെ അസഭ്യം വിളിക്കുമ്പോൾ അയാൾക്ക് മാനഹാനി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിയമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെ മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സംരക്ഷണത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉറപ്പായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. അല്ലാതെ നമ്മളെ ഒരു വാക്ക് പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടി അയാൾക്കെതിരെ കേസ് കൊടുത്തേക്കാം എന്നല്ല പോയത്. ഇനി അക്ഷരമാലയിൽ അക്ഷരങ്ങൾ ബാക്കിയില്ലാത്ത വിധം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് കേസിലേക്ക് പോകേണ്ടി വന്നത്. ഒരു കാര്യം, ഈ റേഷൻ കാർഡ് സംബന്ധിച്ചാണ്. ഇപ്പം പുതിയ റേഷൻ കാർഡ് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? പുതിയ റേഷൻ കാർഡ് എന്നൊരു ഘട്ടമില്ല. എൻ്റെ ഉണ്ടായിരുന്ന റേഷൻ കാർഡ് CPIയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നൊരു സമയത്ത് അവരത് റദ്ദ് ചെയ്തു. അങ്ങനെ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നിയമപ്രശ്നമായിട്ടാണ് മാറുന്നത്. നിയമപ്രശ്നത്തെ നിയമപരമായി തന്നെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നു വരികയാണ്. അപ്പീൽ കൊടുത്തിരുന്നു. അപ്പീൽ ഹിയറിംഗ് കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള നടപടികളുണ്ട്. അങ്ങനെയായിരുന്നു. ഈ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെന്ന് കേൾക്കുന്നു. പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു, എൻ്റെ വീടിൻ്റെ കീ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് വീടിൻ്റെ കീ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ ആ കീ ഇട്ട് ലോക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നില്ല. കാരണം ആ വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം, അതിൻ്റെ എൻറ്റയർ ലോക്ക് യൂണിറ്റാണ് അവർ ഇളക്കി മാറ്റിയത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെയും ഡോറുണ്ട്. ആ മെയിൻ ഡോറിൻ്റെ ഒരു പോർഷൻ, ആ താക്കോൽ പിടിപ്പിക്കുന്ന ഹാൻഡിൽ പിടിപ്പിക്കുന്ന അത്രയും പോർഷൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ആ വുഡ് തന്നെ വെട്ടി മാറ്റി, കട്ട് ചെയ്ത് മാറ്റി, റീപ്ലേസ് ചെയ്ത് മറ്റൊരു വുഡ് പീസിൽ ദ എൻറ്റയർ ലോക്ക്
ഒരു പുതിയ ലോക്ക് യൂണിറ്റ് ഘടിപ്പിച്ച് അതാണ് ആ ഡോറിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ആർക്കും വിസിബിളി മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും മറ്റും ഞാൻ കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് എൻ്റെ റേഷൻ കാർഡ് റദ്ദ് ചെയ്ത കാലം മുതൽ ഇതെല്ലാം തന്നെ ഞാൻ നിയമപരമായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആക്സസ് ബോധപൂർവ്വം ഡിനൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ വീട്ടുകാരിയല്ല, നമുക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇയാളെ എങ്ങനെ റേഷൻ കാർഡിൽ പേര് വെട്ടിക്കൊള്ളുന്നത് ഒരു നാടകം സെറ്റ് ചെയ്തായിരുന്നു. ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റും തട്ടേക്കേറിയ കുറേ അഭിനേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആ അഭിനേതാക്കളായിട്ട് CPIയുടെയും റവന്യൂ വകുപ്പിൻ്റെയും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അന്നത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിൻ ക്യാരക്ടർ റോൾസ് ചെയ്തത് എൻ്റെ കസിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള 2-3 പേരാണ്. അവർക്ക് അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വലിയ കുടുംബ പ്രശ്നങ്ങളുള്ള ഇടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് വന്നിട്ടില്ലാത്ത 3 പേരെ സംബന്ധിച്ച് എന്നോട് യാതൊരു വ്യക്തിപരമായ കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിൽ യാതൊരു അതിശയവും ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിലവിൽ അങ്ങനെ ഒരു ലോക്ക് യൂണിറ്റ് അവർ ഇളക്കി മാറ്റിയിരുന്നു. അപ്പോൾ കീ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പലവട്ടം പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ പോലീസ് അതിനെ തുടർന്ന് ഞാനും എൻ്റെ സഹോദരിയും കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പോലീസ് ആ കംപ്ലയിൻറ്റ് എടുത്തു. അങ്ങനെ ആ കീ തരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. കാരണം അതിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കി, പോലീസ് ആവശ്യപ്പെട്ട എല്ലാ എവിഡൻസുകളും എല്ലാ കാര്യങ്ങളും ഹാജരാക്കി പോലീസ് സ്ഥലത്ത് വന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർക്കതിന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ വീടിൻ്റെ കീക്ക് അർഹതയുള്ളവരായതുകൊണ്ട് തന്നെയാണ് കീ തരാൻ പറഞ്ഞത്. അപ്പോൾ കീ തരാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ കീ തന്നേ പറ്റൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് പോലീസ് ഇടപെടരുത് എന്നൊരു വാക്കാണ് അവരെഴുതി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതിയെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അതെനിക്ക് അങ്ങനെ ഒരു പേപ്പർ തരാതെയാണ് ഇത്ര ഒരു വാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓർഡറിനകത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇൻറ്ററിം ഓർഡർ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 4th റെസ്പോണ്ടൻറ്റ് ഞാനാണ്. അപ്പോൾ എന്നെ ഇത് അറിയിക്കുകയും ഞാനിതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ഭാഗം പറയുകയും വേണമെന്ന് തന്നെയാണ് ഓർഡറിലുള്ളത്. അപ്പോൾ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ തുടർന്ന് നിയമപരമായ വിഷയങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട്